ഹലോ ഗായ്സ്, ഇന്ന് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 16th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് ആംസിനാണ്. ഫസ്റ്റ് വർക്കൗട്ട് ഈസഡ് ബാർബിൾ കേരളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റ് വരെ ഫെയിലിയർ പോവുക. ഫെയിലിയർ ആയിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വർക്കൗട്ട് റിവേഴ്സ് ഗ്രിപ്സ് ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഹെവി വെയിറ്റ് വരെ പോവുക. ഫെയിലിയർ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ വർക്കൗട്ട് ഡംബൽ ഹാമർ കാളാണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. അപ്പോൾ ലൈറ്റ് വെയിറ്റ്, പിന്നെ ഡംബലാണെങ്കിലും ലൈറ്റ് വെയിറ്റ്, എല്ലാ വർക്കൗട്ടും ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റിൽ ഫെയിലിയറിൽ ക്ലോസ് ചെയ്യുക. അതാണ് അങ്ങനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷനാണ്. ഇത് കഴിഞ്ഞിട്ടാണത് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് എഴുതുന്നത്. ബൈസിനൊരു സെറ്റ്, ട്രൈസിനൊരു സെറ്റ്, അങ്ങനെയാണ്. ബൈസിന് ട്രൈസ് അങ്ങനെ പോകും. അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവായിട്ട് ആംസിന് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡംബൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷനാണിത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് തന്നെ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡംബൽ ബൈസെപ്സ് കേളാണ്. അടുത്ത സെറ്റ്. അടുത്ത പ്രോഗ്രാം 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. ഓവർ ഹെഡ് എക്സ്റ്റൻഷനിൽ ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇഞ്ചുറി വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഹെവി വെയിറ്റ് എടുക്കുമ്പോഴത്തേനും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇഞ്ചുറീസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് വെയിറ്റിൽ കൗണ്ട് കൂട്ടി അടിക്കുന്നവരും ഉണ്ട്. അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ ഇഞ്ചുറിക്കുള്ള റിസ്ക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഓൾട്ടർനേറ്റീവ് ഡംബൽ ബൈസെപ്സ് കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യുന്നത്. അടുത്ത വർക്കൗട്ട് ആറാമത്തെ വർക്കൗട്ടാണ് കേബിൾ റോപ്പ് പുഷ് ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷനാണ് വരുന്നത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യുന്നത്. റോപ്പാണ് വരുന്നത്, കേബിൾ റോപ്പ് പുഷ് ഡൗൺ ആണ് വരുന്നത്. ഓൾട്ടർനേറ്റീവ് ഡംബലുകളാണ്. എനിക്ക് നല്ല രീതിയിലുള്ള ആംസിന് കിട്ടിയായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെയുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ വർക്കൗട്ടാണ് കേബിൾ റോപ്പ് പുഷ് ഡൗൺ. ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യുന്നത്. പൊസിഷൻ വെച്ചിട്ട് ഇത് ഇച്ചിരി അടുത്ത് വെച്ച് ചെയ്ത വീഡിയോയാണ്. ട്രൈസെപ്സിന് കിട്ടുന്നതിൻ്റെ ഒരു പമ്പ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാമെന്ന് വിചാരിക്കുന്നു. കേബിൾ റോപ്പ് പുഷ് ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോകും. ലാസ്റ്റത്തെ വർക്കൗട്ട് പ്രീ ആർച്ചർ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ഇത് ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 60 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 2 മാസമായി. 12 കിലോ കുറഞ്ഞിട്ടുണ്ട്. 10 കിലോ കറക്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 83 നിൽക്കുന്നത്. ഇതൊരു 5 കിലോയുടെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇച്ചിരി സ്ട്രെഡായിട്ട് നിങ്ങൾക്ക് മസിൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം മസിൽസിനെ ഡിവൈഡ് ചെയ്യുകയാണ്. വർക്കൗട്ട് ചെയ്ത് സെറ്റ്സ് കൂടുതലാണ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം വെച്ചാണ് ചെയ്യുന്നത്, പക്ഷേ സെറ്റ്സ് കൂടുതലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ, സീ യു.